ഇന്ത്യ സ്വതന്ത്രമായ കാലത്ത് സ്വതന്ത്രമായ ഒരു സ്ഥലം തന്നെയല്ലേ, ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു സംസ്ഥാനമല്ലേ ബീഹാർ. ആ ബീഹാർ പിന്നോക്കം പോയെങ്കിൽ ഈ നിതീഷ് കുമാറിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരുടെ കള്ളക്കളികൾ കൊണ്ടാണ് വികസനം മുരടിപ്പുണ്ടാവാൻ കാരണം, വികസനം ഇല്ലാതെയാകാൻ കാരണം അത്തരക്കാരുടെ ഭരണം കൊണ്ടാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പണിഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എങ്കിൽ തന്നെയും മോദി ഗവൺമെൻറ് അത് കൊടുക്കുന്നു. അത് കൊടുക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ എല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ തന്നെ നരേന്ദ്രമോദിക്ക് 3-ാം വട്ടം കഴിഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഈ ചില പാത്രങ്ങളിൽ വളരെ കൂടുതൽ വിളമ്പി, ചില പാത്രങ്ങളിൽ വളരെ കുറച്ച് വിളമ്പുന്നു. അപ്പം നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന കുറേ പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതികളിൽ നമുക്ക് ആദ്യം നോക്കാം. എയിംസ് തന്നെ എല്ലാവരും അത് ചർച്ച ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നു ഇപ്രാവശ്യം കേരളത്തിന് കൈ നിറയെ കിട്ടും. കാരണം എന്താണ്, നമുക്കിവിടെ നിന്ന് 2 മന്ത്രിമാരാണ്, സഹമന്ത്രിമാരാണെങ്കിലും കേന്ദ്രത്തിലുള്ളത്. 2 മന്ത്രിമാരുണ്ടെന്ന് പറയുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് MP ആയിട്ട്, കന്നി MP ആയിട്ട് പോയ ആളാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശബരിമലയിൽ ഇരുന്ന് ശ്രീ ശാസ്താവ് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ, ഈ നാട്ടിലെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള അനുഗ്രഹ വർഷമായിരിക്കും കേരളത്തിലേക്ക് ഉണ്ടാവുക കേന്ദ്രത്തിൽ നിന്ന്. കാരണം ഒരു MPയെ സൃഷ്ടിക്കുക എന്ന മോഹം കേരളം നടത്തി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വേറെ രണ്ടാമതൊരു മന്ത്രി ജോർജ് കുര്യൻ. അപ്പോൾ മന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി ജോർജ് കുര്യനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ അറിയിക്കും, അത് രേഖപ്പെടുത്തും. അപ്പോൾ അത് അനുസരിച്ച് തന്നെ നമുക്ക് വലിയ ലഭ്യത, അതായത് ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, ഒരു സമത്വപൂർവമായ ബജറ്റിൻ്റെ ഒരു സമത്വപൂർണ്ണമായ അലൊക്കേഷൻ മതി. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം ഒന്നും വെട്ടിക്കുറച്ചിട്ട് കേരളത്തിന് തരണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അർഹിക്കുന്ന ഒരു വിഹിതം നമുക്ക് കിട്ടും എന്ന് തന്നെ കരുതിയിരുന്നു. അങ്ങനെ കരുതിയിരുന്നിടത്താണ് നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ തകർത്തുകൊണ്ട് ഇതുപോലെ ഒരു ബജറ്റ് വന്നത്. കേരളം എന്ന ഒരു വാക്ക്, കേരളം ഇവിടെ നിലകൊള്ളുന്നു എന്ന് പോലും നിർമ്മലാ സീതാരാമൻ അറിയാത്തതുപോലെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, വേറെ ചില സംസ്ഥാനങ്ങൾക്കൊക്കെ കൈ അയഞ്ഞ് സഹായം കിട്ടിയിട്ടുണ്ടെന്ന്. അത് ഏത് സംസ്ഥാനമാണെന്നും കൂടി നോക്കുക. നമ്മുടെ നിർമ്മലാ സീതാരാമൻ്റെ സംസ്ഥാനം തന്നെ, തമിഴ്നാട് തന്നെ ഒന്ന് നോക്കുക. അവർക്ക് കൊടുത്തത് കൂടിപ്പോയെന്ന് ഞാൻ പറയുകയല്ല ചെയ്യുന്നത്. നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് തന്നില്ല, പക്ഷേ അവർ സ്വന്തം സംസ്ഥാനത്തിന് കൈ അയഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. കാരണം ലെതർ ഇൻഡസ്ട്രിക്കും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കും കൊടുത്തിരിക്കുന്ന ഹൈപ്പ്, അതായത് രണ്ടിനും വരുത്തുന്ന റോ മെറ്റീരിയൽസിൻ്റെ ഇൻപുട്സ്, റോ മെറ്റീരിയൽസ് തന്നെ പറയാം, അതിൻ്റെ ഒക്കെ നികുതി, കസ്റ്റംസ് തീരുവ വലിയ തോതിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അങ്ങനെ വെട്ടിക്കുറച്ചിരിക്കുന്ന വലിയ തോതിൽ, ഉദാഹരണത്തിന് ലെതർ വ്യവസായത്തിനുള്ള ഇറക്കുമതി തീരുവ 10% നിന്ന് 0 ആക്കി കുറച്ചു. അതായത് ലെതർ വ്യവസായത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസിൻ്റെ കസ്റ്റംസ് തീരുവ 10% നിന്ന് 0 കൊണ്ടുപോയി. രണ്ടാമത് വസ്ത്രവ്യാപാരത്തിനുള്ള അസംസ്കൃത പദാർത്ഥങ്ങളുടെ ഇറക്കുമതി തീരുവ 30% നിന്ന് 10% കുറച്ചു. 10 നിന്ന് 0 ആക്കി, 30% നിന്ന് 10% കുറച്ചു. മറ്റൊന്ന് മെഥിലിൻ ഡിസോസൈനൈറ്റ്, അത് 7.5, അതും ഈ ലെതർ ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കോ, ഏത് ഇൻഡസ്ട്രിക്ക് അത്യാവശ്യമെന്ന് എനിക്ക് അത്ര ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ മെഥിലിൻ്റെ ടാക്സ് 7.5% നിന്ന് 2.5% കുറച്ചു. അപ്പം ഈ 3 മേഖലകൾ, അതായത് ഒരു ചാകര പോലെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നികുതി ഇളവുകൾ, കസ്റ്റംസ് തീരുവ ഇളവുകൾ തമിഴ്നാടിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വ്യവസായമാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇപ്പോൾ വളരെ നാളുകളായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒരു സ്ലഗിഷ് ഇൻഡസ്ട്രി ആയിട്ട് മുന്നേറുകയാണ്. അപ്പം അത് ഒരുപാട് തൊഴിലാളികളെയും വ്യവസായികളെയും ഒക്കെ ബാധിക്കും. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യവസായത്തിനൊരു പരിരക്ഷ ആവശ്യമാണ്. ഈ കൊടുത്തിരിക്കുന്ന പരിരക്ഷ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലത് എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ആ കണ്ണോടുകൂടി തന്നെ മറ്റ് സംസ്ഥാനങ്ങളെയും നിർമ്മലാ സീതാരാമൻ കാണണമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് അവിടെ പരാമർശിക്കാനുള്ളത്. അതുപോലെ തന്നെ ലെതർ ഇൻഡസ്ട്രി, ഈ ടെക്സ്റ്റൈൽസും ലെതറും ഇന്ത്യയിൽ നിന്ന് ധാരാളമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും കൂടിയാണെന്ന് ഓർക്കണം. അപ്പം നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ചെന്നാലും ഇന്ത്യയിൽ നിന്നുള്ള ലെതർ എക്സ്പോർട്ട്സും
ടെക്സ്റ്റൈൽ എക്സ്പോർട്സും നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും, അവിടെ വാങ്ങാൻ കഴിയും. അപ്പോൾ വലിയ തോതിൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് എക്സ്പോർട്ട് ട്രേഡ് വഴിയുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ രണ്ട് മേഖലകളും, ലെതർ ഇൻഡസ്ട്രിയും അതുപോലെ ലെതർ ഇൻഡസ്ട്രിയിൽ ധാരാളം തൊഴിലുകൾ, ടെക്സ്റ്റൈൽസിലും ധാരാളം തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നികുതി ഇളവുകൾ, കസ്റ്റംസ് തീരുവ ഇളവുകൾ കൊടുക്കുന്നതോടെ ഈ വ്യവസായങ്ങൾ ഒന്നുകൂടി പഴയതുപോലെ പ്രതാപത്തിലേക്ക് വരും. അവ ഇപ്പോൾ രണ്ടും ഇപ്പോൾ കഷ്ടകാലത്തിലാണ്, വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവ രണ്ടും പുരോഗതിയിലേക്ക് വരാനുള്ള ഒരു കാരണമാകും. അത് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കും, കൂടുതൽ എക്സ്പോർട്സ് സാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വിരോധവുമില്ല ഈ മേഖലയിൽ കൊടുത്ത ഇളവുകൾ. പക്ഷേ തൊട്ടയൽ സംസ്ഥാനമായ കേരളത്തെ നിർമ്മലാ സീതാരാമൻ കാണാതെ പോയി എന്നത് മാത്രമാണ് എനിക്കുള്ള ദുഃഖം. നിതീഷ് കുമാറിൻ്റെ ബീഹാറിന് കൊടുത്തിരിക്കുന്ന പാക്കേജ് നോക്കണം. എല്ലാവർക്കും കിട്ടുന്ന എല്ലാം അവർക്കും കിട്ടുന്നു. അവർക്കായിട്ട് കൊടുത്തിരിക്കുന്ന അഡീഷണൽ പാക്കേജ് എത്രയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് 58,900 കോടിയുടെ പാക്കേജാണ് നിതീഷ് കുമാറിന് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും 26,000 കോടിയുടെ ഒരു പാക്കേജ് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വളരെ കൂടുതൽ വാരിക്കോരി കൊടുക്കുന്നു. അങ്ങനെ വാരിക്കോരി കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എവിടെ നിന്നാണ് സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത്? ഇവിടുത്തെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണവും പിന്നെ നികുതിയേതര വരുമാന സമാഹരണവും, ഇങ്ങനെ ജനങ്ങളുടെ അടുത്തു നിന്ന് സമാഹരിക്കുന്ന പണമാണ് ഖജനാവിലെത്തുന്നത്, സെൻട്രൽ ഖജനാവിലെത്തുന്നത്. ആ പണം എടുത്താണ് ഇതുപോലെ തോന്നിയതുപോലെ ചില സംസ്ഥാനങ്ങൾക്ക്, തീർച്ചയാണ് ബീഹാറിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് വികസനം വളരെ താഴ്ന്ന നിലയിലാണ്. പക്ഷേ അതിൻ്റെ കുറ്റം ആർക്കാണ്? അതിനെ ബീഹാറിനും ഇന്ത്യ സ്വതന്ത്രമായ കാലത്ത് സ്വതന്ത്രമായ ഒരു സ്ഥലം തന്നെയല്ലേ, ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു സംസ്ഥാനമല്ലേ ബീഹാർ. ആ ബീഹാർ പിന്നോക്കം പോയെങ്കിൽ ഈ നിതീഷ് കുമാറിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരുടെ കള്ളക്കളികൾ കൊണ്ടാണ്. വികസനം മുരടിപ്പുണ്ടാവാൻ കാരണം, വികസനം ഇല്ലാതെയാകാൻ കാരണം അത്തരക്കാരുടെ ഭരണം കൊണ്ടാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പണിഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എങ്കിൽ തന്നെയും മോദി ഗവൺമെൻറ് അത് കൊടുക്കുന്നു. അത് കൊടുക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ എല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ തന്നെ നരേന്ദ്രമോദിക്ക് 3ാം വട്ടം കഴിഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഈ ചില പാത്രങ്ങളിൽ വളരെ കൂടുതൽ വിളമ്പി, ചില പാത്രങ്ങളിൽ വളരെ കുറച്ച് വിളമ്പുന്നു. നമ്മുടെ മന്ത്രിമാർ, 2 മന്ത്രിമാരും, അവരെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നവരാണ്. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകൾക്കൊക്കെ പാളം തെറ്റിപ്പോയിരിക്കുകയാണ് ഇപ്പം. പക്ഷേ അവർ ആ പാളത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. പാളം തെറ്റിപ്പോയ നമ്മുടെ മോഹങ്ങളെ ആ പാളത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള കർമ്മശേഷി, അതിനുള്ള ഇച്ഛാശക്തി അവർ കാണിക്കണം. അതിനു വേണ്ടിയാണ് അവർ കേരളത്തിൽ നിന്ന് മന്ത്രിമാരായി പോയിരിക്കുന്നത്. ആ പ്രത്യാശയോടെയാണ് നാം അവരെ നോക്കിക്കാണുന്നത്.